ഹായ് മക്കളെ, ഞാൻ ഇന്ന് എൻ്റെ നാട്ടിൽ തിരുവാലൂരപ്പൻ്റെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടും പാടി നമുക്ക് തുടക്കം കുറിക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ അപ്പം പറയാം. മുരഹര കരുണാകര തിരുവാലൂരപ്പ ഘോര പാതക നാശന പരിലുള്ള നാരന്മാർക്കു മരണമോഴിച്ചിടുവാൻ ആരുമില്ല നിന്നെ പോലെ കരണം പുരുഷ പോറ്റി എത്ര കാലം താപം ചെയ്തഹോ അത്ര നിൻഗാത്രം നേത്രപാത്രം മാതാകുവാൻ എത്ര ഭാവി എന്നാകിലും ഹൃദിവാസാകാരുണ്യത്താൽ പാത്തരത്തിലെത്തി പരിപൂർത്തി ചേർത്തരുളും പരമേശൻ പലകാല വിഷമുള്ളൊരു നീലകണ്ഠ നീ മലകവേ തീർത്തു രക്ഷമാം കലകാലഹാലരൂപ ത്രിലോചന പരിപാഹിമാം മാലുളവാക്കിടാതെ നിത്യം ചാലവേ അനുഗ്രഹിക്കൂ. മുരഹര കരുണാകര തിരുവാലൂരപ്പ ഘോര പാതക നാശന. തിരുവാലൂരപ്പന്റെ കാര്യം എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് ഇന്ന് നമ്മൾ ബിംബം കണ്ടു തൊഴുവാണെങ്കിൽ അന്ന് മരണമില്ല. അതാണ് പ്രധാന കാര്യം. അതിന് ഉദാഹരണമായിട്ട് സൂര്യകാലടി മനയിലെ തിരുമേനിയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഒരു ബ്രാഹ്മണനും കൂടി പൂരം കാണാൻ പോവുകയും ആ സമയത്ത് ഇടയ്ക്ക് വെച്ച ഒരു സ്ത്രീ അവരുടെ കൂടെ കൂടി പൂരം കാണാൻ ഞാനും ഉണ്ടെന്ന് അവർ പറഞ്ഞു. അങ്ങനെ അവർ നടന്ന് തുടങ്ങിയപ്പോൾ ഒരു തിരുമേനിയുടെ കയ്യിൽ ദേവി മഹാത്മ്യവും ഭാഗവതവും പുരാണങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു. സൂര്യകാലടിയുടെ കയ്യിൽ അതൊന്നും ഉണ്ടായില്ല എന്നാണ് അറിയുന്നത്. അങ്ങനെ നടന്ന് പോയപ്പോൾ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങേരെ കൂട്ടി അവർ നമുക്ക് ഒരുമിച്ച് പോവാം, ഇവിടെ കയറി നമുക്കൊന്ന് ഇരുന്നിട്ടൊക്കെ പോവാം, പതുക്കെ നടക്കാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ കൊണ്ടുപോയി അവരൊരു മാളിക പോലത്തെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ വച്ച് അദ്ദേഹത്തിന് ഇവര് കൊല്ലുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം തിരുമേനി നോക്കിയപ്പോൾ അങ്ങേരുടെ മജ്ജയും മാംസവും ഒക്കെ താഴ്ത്ത് കിടക്കാണ്. അപ്പൊ മനസ്സിലായി യക്ഷി അദ്ദേഹത്തിനെ കൊന്നു വന്നു. ആ സങ്കടം കൊണ്ട് സൂര്യകാലിയുടെ മകൻ യക്ഷിയെ വരുത്താൻ വേണ്ടി ഉറുമ്പിനെ ഹോമിക്കുകയും യക്ഷി വന്നു കഴിഞ്ഞപ്പോൾ അവര് തിരുമേനിയെ ശപിച്ചു. അപ്പൊ പറഞ്ഞു, എൻ്റെ അച്ഛനെ കൊന്ന കാരണമാണ് ഞാൻ നിന്നെ വരുത്തിയത്. എന്തായാലും നിനക്ക് ഞാൻ ശപിക്കണു, മൂത്രം മുട്ടി മരിക്കട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ശാപമോക്ഷം തരണം, എനിക്ക് ഇതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയത് എന്ന് പറഞ്ഞു. അപ്പൊ ശാപമോക്ഷത്തിന് വേണമെങ്കിൽ മദ്രാസ് തിരുവാലൂരില് ഒരു ക്ഷേത്രമുണ്ട് മഹാദേവന്റെ, അവിടെ പോയി തൊഴുക, അല്ലെങ്കിൽ ആലുവായിക്കടുത്ത് തിരുവാലൂർ മഹാദേവ ക്ഷേത്രത്തിൽ ചെന്ന് ബിംബം കണ്ടു തൊഴുക എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു, അദ്ദേഹത്തിന്റെ എല്ലാം കോട്ടയത്ത് സൂര്യകാലടി മനയാണ്, തിരുവാലൂരിൽ വന്ന് തൊഴുവാന്ന് വിചാരിച്ച് അദ്ദേഹം തിരുവാലൂരിൽ വന്നു.
തിരുവാരൂരിലാണെങ്കിൽ അഗ്നിപ്രതിഷ്ഠയാണ്. അഗ്നിപ്രതിഷ്ഠ നേരെ തന്നെ കുളമാണ്. ബിംബമാണെങ്കിൽ വളരെ വലിയത്, വെലിക്കല്ല് വളരെ വലിയതാണ്. അദ്ദേഹം കുളത്തിൽ പോയി കുളിച്ച് മൂത്രമൊഴിക്കാൻ മൂത്രമൊക്കെ ഒഴിച്ച് അമ്പലത്തിലേക്ക് കയറാൻ പോകുമ്പോൾ മൂത്രം മുട്ടും. പിന്നെയും കുളത്തിലേക്ക് ഓടും. പിന്നെയും കാല് കഴുകി പിന്നെയും രണ്ടാമതും കയറും. അങ്ങനെയായി അദ്ദേഹത്തിന് തിരുവാരൂർ മഹാദേവനെ കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഓടി കയ്യും കാലും ഉത്തരത്തുമ്മ പിടിച്ച് അങ്ങനെ അദ്ദേഹം ഉത്തരത്തുമ്മ തൂങ്ങി നാക്കൊക്കെ കടിച്ച് അങ്ങനെ മരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഈ ബ്രഹ്മരക്ഷസിൻ്റെ ഇതായിട്ട് വളരെയധികം ഉപദ്രവം നാട്ടുകാരായ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. തിരുവാതിരപ്പന് നേദ്യം പോലും കൊടുക്കാനായിട്ട് അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. കൂടെ ഇങ്ങനെ നടക്കും. അങ്ങനെയായി തിരുവാരൂർ മഹാദേവ ക്ഷേത്രത്തിൽ നാട്ടുകാരെല്ലാവരോടും കൂടി കമ്മിറ്റിക്കാരെല്ലാവരോടും കൂടിയിട്ട് പ്രശ്നമൊക്കെ വെച്ചപ്പോൾ സൂര്യകാരുടെ ഇവിടുന്ന് ഒഴിപ്പിച്ചാൽ മാത്രമേ തിരുവാതിരപ്പന് സമാധാനം കിട്ടുള്ളൂ. അങ്ങനെ എല്ലാവരും 41 ദിവസത്തെ വ്രതമൊക്കെ എടുത്ത് പൂജകളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് പോയി തരണമെന്ന്. ഗുരുവായൂരിൽ ഞാനും പോയി അവസാനത്തെ പൂജയ്ക്ക്, സായുജ്യ പൂജയ്ക്ക്. അന്ന് വേഴപ്പറമ്പൻ തിരുമേനി തന്ത്രിയായിരുന്നു. ഇന്നും അദ്ദേഹം തന്നെ തന്ത്രി. അദ്ദേഹം അത് ഒഴിഞ്ഞ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്തിട്ടും സൂര്യകാരുടെ പെട്ടേരി അകത്തുനിന്ന് ഇറങ്ങുന്നുണ്ടായില്ല. അങ്ങനെ നിർബന്ധിച്ചെന്ന് പറഞ്ഞ പോലെയാണ് സൂര്യകാരുടെ മനയിലേക്ക് കൊണ്ടുപോയത്. അവിടെ ചെന്ന് 1 കൊല്ലമായപ്പോഴത്തേക്കും കൊണ്ടുപോയ അദ്ദേഹത്തിന്റെ മരുമകൻ മരിച്ചതെന്നാണ് അറിയുന്നത്. പിന്നെ ആള് ഇങ്ങോട്ട് തന്നെ പോന്നിട്ടുണ്ട്, തിരുവാരൂരുണ്ടെന്നാണ് പറയണത്. പക്ഷെ എല്ലാവരും ഇപ്പൊ ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം കഴിച്ച ശേഷമേ എന്ത് നല്ല കാര്യവും നമുക്ക് തുടങ്ങാൻ സാധിക്കുള്ളൂ. അദ്ദേഹത്തിന് ചെയ്യണം, അത് നമ്മൾ വാങ്ങിക്കില്ല. ഇതാണ് തിരുവാതിരപ്പൻ്റെ കഥ. പിന്നെ മഹാശിവരാത്രിക്ക് എന്ന് പറഞ്ഞാല് മഹാദേവൻ കിടക്കണത് കിഴക്ക് പടിഞ്ഞാറായിട്ടാണ്. അതായത് തല ആലുവായിലും നടുഭാഗം കടുങ്ങല്ലൂരും. അത് നടുങ്ങല്ലൂരിൽ നിന്നാണ് പറയണത്. പക്ഷെ കടുങ്ങല്ലൂരിൽ നിന്ന് പിന്നെ ആളുകളാക്കി. വാലുഭാഗം തിരുവാലൂരും ആണ്. അപ്പൊ ശിവരാത്രിയുടെ അന്ന് നമ്മള് 3 ഇടം തൊഴുക എന്ന് പറയും. ആദ്യം നമ്മൾ ആലുവായി തൊഴുകണം, പിന്നെ കടുങ്ങല്ലൂര് തൊഴുകണം, തിരുവാലൂര് ലാസ്റ്റ് തൊഴുകണം. അത് മഹാദേവൻ കാളകൂടം കഴിച്ചിട്ട് കിടക്കുന്ന ദിവസമാണ് മഹാശിവരാത്രി. ദേവാസുര യുദ്ധത്തിന് കിട്ടിയ ആ വിഷം മഹാദേവൻ കൊടുക്കുകയും ശ്രീപാർവതി അത് ഇറങ്ങാണ്ടിരിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴുത്തിൽ ഇങ്ങനെ പട്ടം പിടിക്കുകയും ചെയ്തപ്പോൾ അതാണ് നീലകണ്ഠൻ എന്ന് അദ്ദേഹത്തിന് പേര് വന്നത്. കഴുത്തിലാണല്ലോ. അപ്പൊ നമ്മളാരും ഉറങ്ങരുത് എന്നാണ് അന്ന് പറയണത്. അപ്പൊ വില്ലുമംഗല സ്വാമിയാർ വന്നപ്പോ അദ്ദേഹം കണ്ടു ഇങ്ങനെ ജട വിരിച്ച് കിടക്കാണ് രമേശ്വരൻ. അപ്പൊ ആരും മണപ്പുറത്തേക്ക് ഇറങ്ങരുതെന്നൊന്നും. അതുകൊണ്ട് മിക്കവരും ഞങ്ങൾ തലേ ദിവസം പോയാൽ തന്നെ ആൾക്കാരെല്ലാവരും അവിടെ ഇരിക്കുള്ളൂ, നടക്കൂല. അങ്ങനെയാണ് കഥ. 3 ഇടം തൊഴണമെന്നാണ് പറയണത്. അങ്ങനെ മഹാശിവരാത്രി തിരുവാതിരപ്പനായിട്ടും ബന്ധമുണ്ട്. ഇതാണ് കഥ. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഇത് ഐതിഹ്യമാലയിലുള്ള കഥയാണ്. ഇന്ന് തിരുവാതിരപ്പനെ കാണാമെങ്കിൽ ഇന്ന് നമ്മൾ മരിക്കില്ല. അതാണ്. ഭയങ്കര അത്ഭുതങ്ങളുണ്ട് തിരുവാതിരപ്പന്. ശ്രീമൂലം തിരുനാള് പണിയിച്ച അമ്പലമാണ് തിരുവാതിരപ്പൻ്റെ വലിയ അമ്പലമാണ്. എല്ലാവരും തിരുവാതിര അമ്പലത്തിൽ ചെന്ന് അദ്ദേഹത്തിന് തൊഴുത് അനുഗ്രഹമൊക്കെ വാങ്ങിക്കേണ്ടതാണ്. ഇത്തവണ ഏപ്രിൽ മാസത്തിലാണ് ഉത്സവം. കൊടിയിറങ്ങി കണി കാണാണ് തിരുവാതിരപ്പൻ. അതാണ് കഥ. എല്ലാവരും തിരുവാതിരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ഇത് സ്വീകരിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.